ഇനി ഇവിടെ വേണം വെച്ചാ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ഈടാക്കുന്നതാണ്. കേസ് നമ്പർ 23/3/1994 വിസ്താരമെല്ലാം കഴിഞ്ഞു. ഒന്നാം കക്ഷി നെയ്യാറ്റിൻകര കുളത്തറ ശൂലംകുഴി വീട്ടിൽ മാധവൻ തമ്പി മകൻ ബാലചന്ദ്രൻ തമ്പി കൂട്ടിലേക്ക് കയറുക. രണ്ടാം കക്ഷി പടവലം വീട്ടിൽ കുട്ടമ്പിള്ള മകൾ നീലിമ ബാലചന്ദ്രൻ തമ്പി. ബാലചന്ദ്രൻ തമ്പി വെട്ടിയിട്ടുണ്ട്. നീലിമ കുട്ടമ്പിള്ള കൂട്ടിലേക്ക് കയറുക. ഇരു കക്ഷികളുടെ വക്കീലന്മാരുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും കോടതി കേട്ടു. അടിപൊളിയായിരുന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് അതിയായ വിശ്വാസമുണ്ട് യുവർ ഓണർ. എനിക്ക് ചുമ്മാതെ യുവർ ഓണർ, കള്ളം പറയട്ടെ, പഠിച്ച കളിയാണ്. കോടതിയിലെ കള്ളപ്പനാടി കള്ളി 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 കള്ളി. യുവർ ഓണർ എപ്പോഴും നീ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. എന്റെ അച്ഛനാണ് വിളിച്ചത് യുവർ ഓണർ. ഞാനിവിടെ ഇരിക്കണോ അതോ പോണോ? ഇരുന്നത്. ആ, ഏതായാലും നിങ്ങളുടെ വിവാഹമോചനം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അല്ല, സന്തോഷം. എനിക്ക് വിവാഹമോചനം വേണ്ട. എനിക്ക് വിവാഹം വേണ്ട. എനിക്ക് വിവാഹമോചനം വേണം യുവർ ഓണർ. ഇത് എന്ത് വിധിയാണ്, എന്ത് ക്രൂരതയാണ്, ഇതെങ്ങനെ സംഭവിച്ചത്? ഓവർ കോൺഫിഡൻസ് കാരണം വക്കീലിനെ വേണ്ടാന്ന് പറഞ്ഞ് താൻ തന്നെയല്ലേ ഈ കേസ് വാദിച്ചത്. അതുകൊണ്ടല്ലേ കേസ് തോറ്റ്. അമ്മ പോടാ, തോറ്റു തൊപ്പിയിട്ടവനെ. ശാരദേ, മിണ്ടാതിരി, ഇത് കോടതിയാ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്കൊരു കാര്യം, ഒരു സങ്കടം ഉണർത്തിക്കാറുണ്ട്. ഞാൻ മാധവൻ തമ്പി, ഈ നിൽക്കുന്ന ബാലചന്ദ്രൻ തമ്പിയുടെ അച്ഛനാ. നീ പോടാ. എന്താന്ന് പറയാ? ഞാൻ അങ്ങ് നെയ്യാറ്റിൻകരയെന്ന് വരിക. എന്റെ പറമ്പിൽ ഒരു 3-4 പണിക്കാരെ നിർത്തിയിട്ടുണ്ട് തേങ്ങ ഇടിയിപ്പിക്കാൻ വേണ്ടി. ഞാൻ ചെന്നിട്ട് വേണം ആ തേങ്ങ ഇടിയിപ്പിക്കാനായിട്ട്. ഇത് പെട്ടെന്നൊന്നും തീർത്തു തരുമോ? ഇത് എപ്പോൾ തീർന്ന് കിട്ടും? എത്ര തേങ്ങ കിട്ടും? അതൊരു 10-20,000 വരെയൊക്കെ ഉണ്ട്. ഇപ്പൊ കുറവാ, 10,000-ഓളം അടുത്ത് വരും. കോടതിയുടെ വിലപ്പെട്ട സമയം തേങ്ങ ഇടുന്നതിന് വേണ്ടി കളഞ്ഞേനെ. ആ 10,000 തേങ്ങയിൽ 5,000 തേങ്ങ കോടതി വളപ്പിൽ കൊണ്ടുവരണം. മനസ്സിലായ? അല്ല, ഇതിനെന്താ ഇപ്പൊ ഒരു പേട്ട് തെങ്ങല്ലേ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ആവശ്യം പോലെ ഇട്ടെടുത്തോണ്ടാ പോലെ. എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ അച്ഛൻ്റെ ഒരു കാര്യം. ഓർഡർ ഓർഡർ. ഓ, ഉത്തരവ്. ഇനി കുട്ടികളുടെ കാര്യം. അച്ഛൻ്റെ കൂടെ പോകണമെന്നുള്ളവർക്ക് അച്ഛൻ്റെ കൂടെ പോവാം, അമ്മയുടെ കൂടെ പോകണമെന്നുള്ളവർക്ക് അങ്ങനെ ആവാം. അച്ഛൻ്റെ കൂടെ പോകുന്നവർ അച്ഛൻ്റെ കൂടെ ഈ കൂട്ടിലേക്ക് കയറുക, അമ്മയുടെ കൂടെ പോകാനുള്ളവർ ഇതിനകത്ത് കയറുക. പിള്ളേർ എൻ്റെ അവിടെ നിൽക്കുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. മകളെ, വാ മകളെ. എൻ്റെ കൂടെ വന്നവന്മാര് എനിക്കെന്നെ കൈയടിക്കണടാ. ശങ്കര, സുരേന്ദ്ര, ലച്ചു, മോള് വാ. അച്ഛൻ്റെ പൊന്നു മകളല്ലേ, വാ. എന്താ അങ്ങോട്ടൊരു ചായവ് മകളെ? എടി കള്ളി, എനിക്ക് പണ്ടേ അറിയാണെന്തടി ഇപ്പേരും കള്ളി കളഞ്ഞു. എടി ഇതിനെ തോളിട്ട് വളർത്തിയടി. ശിവ ആളചക്കരെ. അച്ഛാ, എനിക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണ്. പിന്നെ പക്ഷെ എനിക്ക് പട്ടിണി കിടന്ന് ചാവാൻ വയ്യച്ചാ. ശരി, ഓള് ഭവാനി മേലെ തനിപ്പാർക്കാണ്. മകളെ, അച്ഛൻ വിളിക്കാതെ തന്നെ എൻ്റെ ക്യാഷ് കിട്ടാൻ അച്ഛനെടുത്ത് വരും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. തീർന്നില്ലേ ഇനി? ഇല്ല സാറേ, അമ്മാതിരി പണിയല്ലേ അവൻ ചെയ്തു വെച്ചത്. ഇനിയുണ്ട്. ഇതാരാ? എൻ്റെ അമ്മായി അമ്മ. ഉണ്ടായിരുന്നുണ്ട്, കോടതിയാണ്. മകളെ, പൊന്നു മക്കളെ, കടടി. എൻ്റെ പെറ്റാണ് അവൻ. അക്കരെ വാ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാച്ച. കോടതി നടപടി അവസാനിപ്പിക്കാൻ പോവുകയാണ്.
വിവാഹമോചനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി മോചനദ്രവ്യമായി ബാലചന്ദ്രൻ തമ്പിയുടെ പേർക്ക് ഉള്ളതോ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നതുമായ സകലമാന സ്ഥാവര ജംഗമ വസ്തുക്കളും നീലിമ കുട്ടമ്പിള്ളിയുടെയും അവരുടെ മക്കളുടെയും പേരിൽ എഴുതി വയ്ക്കണം. ദൈവമേ, ഇത് എന്തൊരു വിധിയാണിത്? എന്ത് വിധിയാണിത്? പിന്നെ താങ്കൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി കേരളത്തിലെ 14 ജില്ലകളിലെ ഏതെങ്കിലും കടവരാന്തയിൽ താങ്കളെ കിടക്കാൻ അനുവദിക്കുന്നതല്ല. അപ്പൊ ഞാൻ എവിടെ അന്തി ഉറങ്ങും? യുവർ ഓണർ, ഒരപേക്ഷയുണ്ട്. എനിക്ക് വിവാഹമോചനം മാത്രമല്ല, ജീവിതമോചനം കൂടി ആവശ്യമാണ്. ഞാൻ എവിടെ ഉണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്നെ വന്ന് കാണാൻ പാടില്ല ഇദ്ദേഹം. അങ്ങനെ ആവട്ടെ. മിസ്റ്റർ ബാലചന്ദ്രൻ തമ്പി, ഇനി എന്തോന്ന് ബാലേന്ദ്രൻ തമ്പി? അമ്മയും മക്കളും കൂടെ വലിച്ചേറി കൂടി എൻ്റെ രക്തം. ഓർഡർ ഓർഡർ. നാളെ മുതൽ താങ്കൾക്ക് കേരളത്തിൽ കാലുകുത്താൻ അനുവാദമില്ല. മൈ ഡിയർ ഏ യുവർ ഓണർ, ഏ എവളെ പരിചയപ്പെട്ട അന്ന് മുതൽ എന്നെ ശാരീരികമായും മാനസികമായിട്ടും പീഡിപ്പിക്കുകയായിരുന്നു. ശാരീരികമായി? ശാരീരികമായിട്ട് ഞാൻ കുറച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറിയ പങ്കും എവളാണ് എന്നെ പീഡിപ്പിച്ചത്. അതെ, ഞാൻ അവളെ കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്. യെസ് യുവർ ഓണർ, അറിയാതെ ഒരു തുണ്ട് പീടി വലിച്ചതിന് എവളെന്നെ 3 ദിവസം പട്ടിണി കിട്ടി. പിന്നെ ഞാൻ ഒരു ചെറിയ പെക്കടിച്ചു. അതിനവർ ചെയ്തത് ഈ അമ്മയും മക്കളും കൂടെ എന്നെ പൊതുരീതി തല്ലി എന്നെ അവശനാക്കി. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ജോലിക്ക് പോകത്തേന് ചവളയിലിട്ട് കുത്തി. ദിവസവും അപമാനവും പട്ടിഷോയും. ഇപ്പോ വിവാഹമോചനവും കഴിഞ്ഞ് സ്വത്തെല്ലാം അവളുടേതായി. ഒരു പുരുഷായുസ് മുഴുവനാണ് കത്തിത്തീർന്നത്. യുവർ ഓർഡർ. ഞാൻ എൻ്റെ നീലിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ നീലിമയെ ഒരുപാട് സ്നേഹിച്ചു. മറുകണ്ഠം ചാടി എൻ്റെ മക്കളെയും. പക്ഷേ എനിക്കെൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ബാല്യം, എൻ്റെ യൗവനം, എൻ്റെ കൗമാരം, ഇതൊക്കെ എനിക്ക് തിരിച്ച് തരുമോ? യുവർ ഓണർ, 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 ഓണർ. ഒക്കെ ഒന്നും വേണ്ട. സോറി. How can you punish me more?